ഹലോ ഗെയ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പയ്യനടം ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ നാരായണീയ പാരായണം ആയിരുന്നു. സമ്പൂർണ്ണ നാരായണീയ പാരായണമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. ഇന്ന് കാർത്തിക വിളക്കും ആയിരുന്നല്ലോ, നാരായണീയ ദിനമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തീരുമാനമെടുത്തു, അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. കുറച്ചാളുകളെ പങ്കെടുത്തുള്ളൂ വെച്ചാലും ഞങ്ങൾക്കൊരു സപ്താഹം നടത്തിയതിൻ്റെ പ്രതീതിയാണ് അനുഭവപ്പെട്ടത്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ നാരായണീയ പാരായണം നടത്തുന്നത് ശാലിനി നരേന്ദ്രനാണ്. ശ്രീകൃഷ്ണപുരത്തുള്ള കുട്ടിയാണ്. ഇതിൻ്റെ മുന്നേ ഒരു നാരായണീയ പാരായണത്തിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു വീട്ടിൽ നടത്തിയത്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടാണ്, ആ വീഡിയോയും അതുപോലെ അത് നടത്തിയെന്ന ആളുകളും കൂടിയാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ ക്ഷേത്രത്തിൽ നടത്താമെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മാതൃസമിതി അംഗങ്ങളും അങ്ങനെ ഭക്തജനങ്ങളും എല്ലാവരും കൂടിയിട്ടാണ് ഈ പരിപാടി നടത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക, ഈ വീഡിയോ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് കാണുക കേട്ടോ. താങ്ക് യു. ശ്രീമന്നാരായണൻ 100 ദശകങ്ങളായിട്ട് മേൽപ്പത്തൂര് രചിച്ചതാണ്. ഭാഗവതത്തിൻ്റെ ഒരു സംഗ്രഹം തന്നെയാണ് നാരായണീയത്തെ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാദരോഗം മാറാനായിട്ട് ഗുരുവായൂർ തിരിച്ച് ഇരുന്ന് എഴുതിയതാണ്. അപ്പോൾ ഓരോ ദശകങ്ങളിലും അദ്ദേഹം പറയുന്നുണ്ട് ഭഗവാൻ ചെയ്ത ലീലകളാടിയതിലെല്ലാം അങ്ങനെയൊക്കെ ഗുരുവായൂരപ്പ എൻ്റെ രോഗം മാറ്റിത്തരനെ, എന്നെ അജാമിലനെ രക്ഷിച്ച പോലെ അല്ലെങ്കിൽ ഗജേന്ദ്രനെ രക്ഷിച്ച പോലെ ഒക്കെ ആ ഭഗവാൻ എൻ്റെയും വാദരോഗം മാറ്റുള്ളൂ. അപ്പം നാമം ജപിക്കൂ. ഭഗവാൻ പറയുന്നു, ഏറ്റവും ഭഗവാനിലേക്ക് എത്താനുള്ള മാർഗം ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം. അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുരുഷാത്മാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപരപുരേ സംഭാഗ്യം ജനാനാം ഏവം ദുർലഭ്യവസ്തുന്യസ്തതയാ ഹസ്തലഭ്യേയതന്യം തന്വാചാര്യാവാ ഭജതി ബദജന ക്ഷുദ്രദൈവ സ്ഫുടേയം ഏതേതാവദ്വയന്തു സ്ഥിരതരമനസാ വിശ്വവിഷ്ടാവഹതി മണ്ഡലദേവോഷോ രുദ്ധാനേ കമലഭവേ കൃതോ സമാ സാക്ഷാത് ഭവയുമേഷതാ സ്വയം ഭക്തിവേഗം എങ്കാന്തേ വിധവലക്കഥാ വിദേവ സർവസമുദിനമമിതാനി സംസന്നൈഷ്ഠാസനകമുഖാനുനി പുരസ്താത് വിജ്ഞാനം സനകമുഖോദിതം ദദാന സ്വാത്മാനം സ്വയമകമോ വനാന്തസേവി തത്താദൃക്പൃതുമപുരീശ സത്വരം മേ രോഗൗഖം വ്രതമയവാദഗേഹവാസീൻ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഈ പ്രത്യേകതകളുടെ പൊയ്കയുടെ കാര്യം പറയുന്നത്, ആ പൊയ്ക ഇന്നത്തെ ഗുരുവായൂർ ഒരു സംഭവമാണ്. ദേവസ്വം ഗോവിന്ദ പുത്രനാണ് ആദ്യം പറഞ്ഞത്. ഭഗവാന്റെ ലീല
അങ്ങനെ പറയാൻ ഉദ്ദേശിച്ചതാണ്. മത്സ്യാവതാരം ഹയഗ്രീവാസുര വേദങ്ങളൊക്കെ പോകുമ്പോൾ ആ വേദങ്ങളെ വീണ്ടെടുക്കാനാണ് നമ്മൾ മത്സ്യമൂർത്തിയുടെ സത്യപ്രദം അത് പറയാണ് പ്രളയം വരും. ആ പ്രളയം വരുന്ന സമയത്ത് അദ്ദേഹം സംധ്യാവതനം ചെയ്യാനുള്ള കയ്യിന്റെ മത്സ്യം അപ്പൊ അത് താഴെ വീണ്ടും 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 ആ മത്സ്യത്തിന്റെ കയ്യിൽ ഇതിലെന്തോ ഒരു നിയോഗം ഉണ്ടാവില്ല. അത് ഒരു കാര്യം തന്നെ പലതവണ സംഭവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അതിലൊരു നിയോഗം ഉണ്ടാകും. അപ്പൊ ആ മത്സ്യത്തിന്റെ കാര്യം എന്നാ ശരി കൂടെ കൊണ്ടുപോകാം അതിന് പറയാൻ പറഞ്ഞിട്ട് തോന്നുന്നത് എനിക്ക് കൂടെ കൊണ്ടുപോയി കുറച്ച് കഴിഞ്ഞാൽ ആ പാത്രം വീണ്ടും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി അതും നടന്നു. അപ്പോൾ അതുകൊണ്ട് ആളുകളാണ് ശരിയില്ല. പിന്നെ അതിന് തന്നെ രാഷ്ട്രീയം വലുതായിക്കൊണ്ടിരിക്കുക. എന്റെ അറിവ് വെച്ച് ഞാൻ ചോദിക്കുകയാണ്, ഒരു നിമിഷം കൊണ്ട് ഇത്രയൊക്കെ ഉണ്ടാവുന്ന ഭഗവാൻ ആരാണ് എന്ന് ചോദിക്കുന്നതായത് ഞാൻ ആശാവാരാണ്. നിനക്കൊരു യോഗം ഈ വേദന കത്തോട് കൊണ്ടുവരുന്നത്. അപ്പോ അതിൽ പറയാത്ത സ്ഥാനത്തിൽ ഞാൻ വരും സപ്തർഷികൾ വരും. ഈ വേണം വേദനയെ സംരക്ഷിക്കണം, വേദനയെ തീർക്കാൻ ഞാൻ തരുന്നത്. അപ്പോൾ ആ വയർ സമയത്ത് ഒരു കിടക്കുമ്പോഴൊരു അത് ഭൂമിയിലേക്കാണ് നൗകയായിട്ട് വരുന്നത്. ആ വഞ്ചിയിൽ ഇവിടെ പറയാതെയും സപ്തർഷികളും ഇന്നും കാരണം ഇവരോട് അറിയണം. कृष्ण हरे जय कृष्ण हरे कृष्ण हरे जय कृष्ण हरे कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे शिक्षेपक्षो भूमिनामपादं मृगो पदाघातकदानिशम्य स्वेनाभिषक्यं तरति तमोजयत्यस्य विज्ञानञ्जनञ्जा अमुञ्चरिषे योगदूरसिरोहि यदिमुचितेन प्रवष्णाभ्यादिमाप्रदत्तां त्वं पामदण्डे प्रशीर्षवादण्डं ददामि तदुर्व्युद्धस्तदलोकदां सप्ति भवन्यते वैश्यमाका आनन्दमार्गेण वशोऽसुराणां
നാദസ്തം नो यद प्रभो സങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി. ഇത്രയും നേരം ആരും അറിയാതെ പൊതുവെ കുറേ ആൾക്കാരെ ഒന്നും കാണാറില്ല. ഉച്ച കഴിഞ്ഞാൽ ആകെ 2-3 ആൾക്ക് തന്നെ ഉണ്ടാവും. ഇത്രയും ഭയങ്കര മോഹമുള്ള അല്ലാതൊന്നും കാണാറില്ല. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും ആൾക്കാർ ഒരുപാട് നന്ദി, സ്നേഹം. അതുപോലെ വരട്ടെ, നിങ്ങൾക്കും ഇതുപോലെ ചെല്ലാറാകട്ടെ എന്നാണ് ചെയ്യുന്നത്. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വാക്കുകളും ഗുരുനാഥൻ കാരണവന്മാരുടെ ഭഗവാന്റെ ഉത്പാദനങ്ങൾ പ്രാർത്ഥിച്ചു. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ നടത്തിയത് നാരായണിയാണ്. അപ്പോൾ അതിൻ്റെ അന്ന് തന്നെ ഇതുണ്ടായിരുന്നു, കാർത്തിക വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു. കാർത്തിക വിളക്ക് വെച്ചതാണ്.